ചരിത്രമുറങ്ങുന്ന ഫോർട്ട് കൊച്ചി ഒന്നാം ഡിവിഷന്റെ UDF സാരഥി ഷൈനി മാത്യു നമ്മളോടൊപ്പം ചേരുകയാണ്. കൊച്ചി നഗരസഭയിലെ മുൻ കൗൺസിലർ ആയിരുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മളുടെ വാർഡിൽ ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്? നല്ല രീതിയിൽ പോകുന്നു. 2 റൗണ്ട് കഴിഞ്ഞു, 3ാമത്തെ റൗണ്ട് തുടങ്ങിയിരിക്കുന്നു. ഈ പ്രാവശ്യം ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മുന്നിൽ കാണുന്ന പ്രവർത്തനങ്ങൾ? എന്നെ സംബന്ധിച്ച് ഇതൊരു പൈതൃക മേഖലയാണ്, ഒരു ടൂറിസം മേഖല കൂടിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വികസനങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് തീർച്ചയായും പ്രവർത്തിക്കുന്നതായിരിക്കും. നമ്മളുടെ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങളാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് കൊണ്ടുവരാനുള്ളത്? ഇവിടെ ഇപ്പോൾ സീസണൽ ബിസിനസ്സാണ് മെയിൻലി നടക്കുന്നത്. അപ്പോൾ അതൊരു ഓൾ സീസൺ ബിസിനസ്സായിട്ട് ഈ ഇവിടുത്തെ ഒരു ടൂറിസം മേഖലയെ മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ക്ലെൻലിനെസ്സിന് തീർച്ചയായിട്ടും നമ്മളൊരു ടൂറിസം മേഖലയാകുമ്പോൾ അതും ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു മേഖലയാണ് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് ഒരു ക്ലെൻലിനെസ്സും ആ ഒരു നീറ്റ്നെസ്സൊക്കെ കൊണ്ടുവരണം, അതിൻ്റെ ഭംഗി കൂടുതൽ വർദ്ധിപ്പിക്കണം. അപ്പം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. മുൻകാലങ്ങളിൽ നഗരസഭയിൽ ഒരു കൗൺസിലറായി പ്രവർത്തിച്ചതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മളുടെ നഗരസഭയുടെ പൊതുവായിട്ടുള്ള ഈ കഴിഞ്ഞ കാലയളവിലെ ഭരണത്തെ എങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കും? ഒത്തിരിയധികം ഫോൾട്സ് വന്നിട്ടുണ്ട്. അതായത് അഴിമതി നിറഞ്ഞൊരു ഭരണം തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അതുകൂടാതെ UDFന്റെ ഭരണകാലത്തുണ്ടായിരുന്ന നേട്ടങ്ങളുടെ ഒരു പിന്തുടർച്ചയായിരുന്നു ഈ പറഞ്ഞ LDF ഗവൺമെന്റ്. പക്ഷെ അതെല്ലാം അവരുടെ സ്വന്തം പ്രോജക്റ്റുകളാണെന്നുള്ള അവകാശവാദങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ UDFന്റെ പ്രോജക്ട്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു. നമ്മുടെ ഈ ഒരു പൈതൃക മേഖലയാണല്ലോ ഇവിടെ ധാരാളം ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയിൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും? അത് നമ്മുടെ നാടിന്റെ ഒരു വികസന കാഴ്ചപ്പാടിൽ എങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും? ഇവിടുത്തെ ഹോം സ്റ്റേസ്, ഇഷ്ടംപോലെ ഹോം സ്റ്റേസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായ എന്താണോ അപ്പോൾ അവരെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീസണൽ ബിസിനസ് എന്ന് മാറ്റി ഒരു ഓൾ സീസൺ ബിസിനസ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നിർദ്ദേശങ്ങളാണോ അവർ തരുന്നത് അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങളെല്ലാം കാംക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളതാണ്. എനിക്ക് വേറെ സ്ഥാനാർത്ഥിയോട് വോട്ട് ചെയ്യാനില്ല, ഷൈനിയേ ഉള്ളൂ. നല്ല അഭിപ്രായം. ഒരിക്കലും എനിക്ക് പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കൂടുതൽ. 100% വിജയമല്ലേ? Why you doubt? She was good enough. ഞങ്ങളും നല്ല സപ്പോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് തിരിച്ച് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ പോകുന്നു ആളുകളുമായിട്ടുള്ള ഒരു ഇതിൽ പോകുമ്പോൾ? ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടേതായിട്ട് പറയാനായിട്ട്? തീർച്ചയായിട്ടും വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്, ലൈറ്റ് ഇല്ലാത്ത മെയിനായിട്ട് എല്ലാവർക്കും അതൊക്കെയാണല്ലോ അത്യാവശ്യം, ബേസിക് നെസസിറ്റീസ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർ പറയാറുണ്ട്. അപ്പൊ അതിനെല്ലാം പരിഹാരം കാണുവാനായിട്ടുള്ള നടപടികളുമായിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഇതിപ്പോ നമുക്ക് റോഡിന്റെ ഒക്കെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതായതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്കറിയാം. അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ദൈവം സഹായിച്ച് ജയിച്ചാൽ. തീർച്ചയായിട്ടും ജയിക്കും. എല്ലാം നല്ലവണ്ണം ചെയ്തു. അതിലും കൂടുതൽ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റും. ടൂറിസം വികസന സാധ്യതകൾ ഏറ്റവും മനോഹരമായി അത് എന്തെന്ന് കണ്ടെത്തി കൃത്യമായി നടപ്പിലാക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഒന്നാം ഡിവിഷനിലെ മത്സരത്തിനായിട്ട് ഷൈനി മാത്യു ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവിലെ തന്റെ പ്രവർത്തന പാരമ്പര്യം അത് ഏറ്റവും കൂടുതൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനായിട്ടുള്ള ഒരു ശക്തി അവിടെയെല്ലാം ലഭിക്കുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ, ആ ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രതീക്ഷകളെല്ലാം ഫലവത്തായി ഒന്നാം ഡിവിഷനിൽ കഴിഞ്ഞ കാലയളവിലെല്ലാം UDF കരസ്ഥമാക്കിയ ആ വിജയം ആവർത്തിക്കുക എന്നുള്ള ആ ഒരു കാര്യം കൂടെയാണ് മുന്നിലുള്ളത്. അതിനായിട്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും മെട്രോ 7 ഭാഗത്ത് നിന്ന് നേരുകയാണ്. വിജയാശംസകൾ നേരുന്നു. ക്യാമറ പേഴ്സൺ ലിജൻ ജെയിംസിനൊപ്പം റെഡ്ജൻ റബല്ലോ. നമ്മുടെ ചിഹ്നം കൈപ്പത്തി
जिंदाबाद